എന്താ ഇവിടെ ലൈറ്റ് മൊത്തം കത്തി കിടക്കാണല്ലോ, അകത്തും പുറത്തൊക്കെ. എന്താ പരിപാടി? ഇതൊക്കെ അനുവിന്റെ പണി, ഞാൻ എന്ത് ചെയ്യാനാ? എന്താ ഇട്ടിയ മൊത്തം ലൈറ്റ് കത്തുകയാണല്ലോ ഇവിടെ. ഞാൻ ഇട്ടാന്നുള്ളത് എല്ലാ ദിവസവും ഇടുന്നത് തന്നെയാണ്. ആ നല്ല കഥയായി. എത്ര രൂപ കറണ്ട് ബില്ല് കൂടിയത് നിങ്ങൾക്ക് അറിയോ? 250 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 50 രൂപ കൂടും. അപ്പോൾ ആവറേജ് എത്ര കൂടുതൽ മാസം? ഒക്കെ പാകത്തിന് മാത്രം ലൈറ്റ് ഇട്ടാൽ മതി ഇട്ടമാളോ. എന്തപ്പോ ഗ്യാസിനും കൂടി, ഇനിയിപ്പോ കറണ്ടിനെ കൂടാൻ ബാക്കിയുള്ളൂ. ഇപ്പൊ ഇതാ മേലെ കുറെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. എന്നാലും എന്തായാലും ഇപ്പൊ ഇക്കൊല്ലത്തിൽ പോവുകയാണെങ്കിൽ പണി കിട്ടുന്ന പോലെ കേട്ടോ. ഇത്രയും കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എവിടെ പോയി ചിലവ് കുറയ്ക്കാൻ പറ്റാം? ഒരു കറണ്ട് ബില്ല് വന്നതിനപ്പോൾ അത് അടയ്ക്കാൻ ബാക്കി കിടക്കുകയാണ്. ഇനിയിപ്പോൾ കറണ്ട് ബില്ല് മാസം കൊല്ലം കൂട്ടാന്നൊക്കെ ഇനി പറയണമുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യാൻ? ബില്ലിലപ്പോൾ കുറയ്ക്കാൻ പറ്റിയ കറണ്ട് ചിലവ്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട, പുറത്ത് കല്ലിൽ അലക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ കാലത്ത് ചൂടുകൊണ്ട് ഇല്ലാത്ത പൈസയും കൊടുത്ത് EMI ചെറിയ AC വാങ്ങി. ഇനിയിപ്പോൾ ചൂടുണ്ടായാലും കുഴപ്പമില്ല, AC വേണ്ട, കുസി വേണ്ട, ഒരു സാധനം വേണ്ട, അങ്ങനെ കിടക്കാവുന്ന. അതന്നെ നല്ല. ഇനിയിപ്പോൾ കുട്ടികളോടൊക്കെ നമുക്ക് AC ഇടണ്ടെന്ന് പറയാം. അത്യാവശ്യത്തിന് മാത്രം ലൈറ്റ് വിട്ട് ഇതൊക്കെ ഓഫ് ചെയ്ത് AC ഒക്കെ ഓഫ് ചെയ്ത് അതുപോലെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? മദ്യം എൻ്റെ പാത്രം നിർത്തി കളഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടേ ഞാൻ കിടക്കാൻ നോക്കി. അരമണിക്കൂർ കിട്ടി, അത്രയും കിട്ടി. ഓക്കെ. അപ്പോൾ യൂണിറ്റിൻ്റെ ചാർജൊക്കെ വെച്ച് നല്ല കൂട്ടലാ, അതിലേറെ കണക്കൂട്ടലാ വീടുകളിലും നടക്കുന്നത്. ആ കൊലായത്തെ ലൈറ്റ് ഓഫ് ആയി കളി നമ്മളായിട്ട് ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല വെളിച്ചമുണ്ടെങ്കിലും ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ജനത. മലപ്പുറത്തെ ഒരു വീട്ടിലെ കാഴ്ചയാണ് കണ്ടത്. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.